അപ്പൊ നമുക്ക് നോക്കാല്ലേ? അർജന്റ് മാറ്റർ മുതലാളി. സംഗതി ആകെ പെശകാണല്ലോ ശ്രീരേട്ടാ. ഞങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യം സാധാരണക്കാരന്റെ വിയർപ്പും രക്തവുമായിരിക്കും. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഒരാൾ വന്നിരിക്കുന്നു. പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാതെ ഇങ്ങോട്ട് എഴുന്നള്ളിയത് ഏത് പുലിവാലാണാവോ? കേസിന്റെ വിവരങ്ങൾ അറിയാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്ന് ഇത് പറയുന്നു. പോലീസുകാരന്റെ നിഘണ്ടുവിലെ ഏറ്റവും നല്ല ഭാഷയാണ് ഞാൻ ഇപ്പോ പ്രയോഗിച്ചത്. എന്നെ കൊണ്ട് വെറുതെ ഡിക്ഷണറി തുറപ്പിക്കല്ലേ. കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ മൊഴി പോലീസ് ഇതുവരെ എടുത്തിട്ടില്ല. നീ ഇതുവരെ അത് വിട്ടില്ലേ? എനിക്ക് നീതി കിട്ടണം, അത്രേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നുമില്ല. താനെന്നെ നിയമം പഠിപ്പിക്കുക. താനൊരു കാര്യം ചെയ്യും. ഇന്നും പറഞ്ഞത് അത് തന്നെ. കോടതിയിൽ പോയി തിരക്കാൻ പറഞ്ഞു. നേരും നെറിവും മനസാക്ഷിയും ഒക്കെ ആയിക്കൂടെ? നിങ്ങൾ കോടതിയിലല്ലേ പരാതി കൊടുത്തത്? നമുക്കല്ലല്ലോ പരാതി എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, സാറേ എന്റെ അടുത്ത് ന്യായം ചോദിക്കാൻ കോടതി കൊടുത്തിട്ടുണ്ടെന്ന്. കോടതിയിൽ പോയി 2 പേപ്പർ ഞാൻ എടുത്തു. എന്റെ പേപ്പർ ആകെ 2 ഷീറ്റ് പേപ്പർ. മേയർ മേഡത്തിന്റെ നോക്കിയപ്പോ ഇത്രയും കെട്ടൊരു പേപ്പറുണ്ട്. ആരെ കാണിക്കാനാണ് നീ കോപ്രായം കാണിക്കുന്നത്? തന്റെ മുഖത്തൊണ്ട് ലക്ഷണം. താൻ ഈ തൊഴിലിന് പറ്റിയവനല്ല. ഇവിടുത്തെ CI നല്ല രീതിയിൽ സപ്പോർട്ടാണ്, അതായത് അവർക്ക് സപ്പോർട്ടാണ്. തോറ്റു കൊടുക്കില്ല. അതിനെനിക്കൊരു പോലീസിന്റെയും പട്ടാളത്തിന്റെയും സഹായം വേണ്ട. ഒരു പാവപ്പെട്ടവന്റെ മേളിൽ കുതിര കയറുന്നതാണ്. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരിയായി ഇപ്പൊ എന്റെ സ്ഥിതി. എന്റെ നേതാക്കന്മാര് പിന്നെ ഇതിന് തക്കതായ ശിക്ഷ കൊടുക്കണം. ഇവര് രാജിവെച്ച് പുറത്തു പോകണം. ഞാൻ അകത്താവും. പാവം ഉള്ളേ പോകുമ്പോ ഇതിന് സമ്മതിക്കും സാറേ. അതെ. അത് ശരിയാകില്ല. ഹൈക്കോടതി ഇടപെട്ടിട്ട് പോലും ഇവര് അതിന് വകവയ്ക്കാത്ത ആൾക്കാരാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു സഹതാപം ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ സാർ ഒന്ന് മനസ്സിലാക്കി, ഈ കാക്കിക്കുപ്പായത്തിനുള്ളിൽ മനസ്സാക്കി മരിച്ച് മരവിച്ച് പോയിട്ടില്ലെങ്കിൽ ഈ സംഭവങ്ങളെ കുറിച്ച് സാർ ആദ്യം അന്വേഷിക്കും. അഹമ്മദില്ലേ അവൻ കാണിച്ചത്? ഞാനാൾ അറിയട്ടെ. അവൻ മഹാ തെമ്മാടിയാണെന്ന്. ഞാനുണ്ടോ തന്റെ കൂടെ? ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.